Learn Easy Online Education. Hi, welcome to my new video. It's me, ഹർഷിത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് നമ്പർ 26 ആണ്. MSO001 യൂണിറ്റ് നമ്പർ 26 ക്ലാസ് വർഗം. ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എന്നതിനെക്കുറിച്ച് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് നമ്മുടെ യൂണിറ്റിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ദ കൺസെപ്റ്റ് ഓഫ് ക്ലാസ്, തിയറീസ് ഓഫ് ക്ലാസ് സ്ട്രക്ചർ, ക്ലാസ് സ്ട്രഗിൾ, സോഷ്യൽ മൊബിലിറ്റി, ക്ലാസ്ലെസ്നെസ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റിൻ്റെ കണ്ടൻസ് ആയിട്ട് വരുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, 26.1 ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം തന്നെ. സോ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ബിഫോർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ദ വേർഡ് ക്ലാസ് മീൻ ദ സെയിം ആസ് ഗ്രൂപ്പ് ഓർ എസ്റ്റേറ്റ്. തിങ്കേഴ്സ് ലൈക്ക് ആഡം സ്മിത്ത് ആൻഡ് മാഡിസൺ യൂസ്ഡ് ഇറ്റ് ദിസ് വേ. ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നേ വർഗം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്നായിരുന്നു. ആഡം സ്മിത്ത്, മാഡിസൺ തുടങ്ങിയ ചിന്തകർ ഇത് ഈ രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. ഫ്രഞ്ച് റെവല്യൂഷന് മുന്നേ എന്താണ് വർഗം എന്നാൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നേ ഉണ്ടായിരുന്ന 3 തരത്തിലുള്ള എസ്റ്റേറ്റുകളൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ? പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, കർഷകർ, തൊഴിലാളികൾ, ഏറ്റവും താഴത്തെ തട്ടിലുള്ള അതൊക്കെ ക്ലാസ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗം എന്താണ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻ ദ 19th century class became an important idea in studying society. It helped explain how people are divided and how society changes. 19ാം നൂറ്റാണ്ടിൽ സമൂഹത്തെ പഠിക്കുന്നതിൽ ക്ലാസ് ഒരു പ്രധാന ആശയമായിട്ട് മാറി. ആളുകൾ എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സമൂഹം എങ്ങനെ മാറുന്നുവെന്നും വിശദീകരിക്കാൻ എന്ത് സഹായിച്ചു? ഇത് സഹായിച്ചു. ക്ലാസ് ഇസ് എ മേജർ റീസൺ ഫോർ സോഷ്യൽ ഡിഫറൻസസ്. സോഷ്യോളജിസ്റ്റ് ക്രിയേറ്റഡ് theories to explain class structure and how people move between classes. സാമൂഹിക വ്യത്യാസങ്ങളുടെ ഒരു പ്രധാന കാരണം വർഗമാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ ക്ലാസ് ഘടനയും ക്ലാസ്സുകൾക്കിടയിൽ ആളുകൾ എങ്ങനെ നീങ്ങുന്നു എന്ന് വിശദീകരിക്കാൻ എന്തുപയോഗിച്ചു? സിദ്ധാന്തങ്ങൾ സൃഷ്ടിച്ചു. ദിസ് യൂണിറ്റ് ടോക്ക്ഡ് അബൌട്ട് വാട്ട് ക്ലാസ് മീൻസ്, ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ക്ലാസ്, ക്ലാസ് സ്ട്രഗിൾസ് ആൻഡ് ഹൗ പീപ്പിൾ ചേഞ്ച് ദെയർ ക്ലാസ്. ഈ യൂണിറ്റിൽ എന്താണ് ക്ലാസ് അർത്ഥമാക്കുന്നത്, വർഗത്തെക്കുറിച്ചിട്ടുള്ള പ്രത്യക്ഷ വീക്ഷണങ്ങൾ, വർഗ സമരങ്ങൾ, ആളുകൾ അവരുടെ ക്ലാസ് മാറുന്നത് എങ്ങനെ എന്നിവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 26.2 ദ കൺസെപ്റ്റ് ഓഫ് ക്ലാസ്. ക്ലാസിൻ്റെ കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ദ 3 മെയിൻ ഐഡിയാസ് അബൌട്ട് ക്ലാസ് സൊസൈറ്റി. ഒസോവ്സ്കി 1967 explained 3 key ideas about class society. ഒസോവ്സ്കി 1967 ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള 3 തരത്തിലുള്ള ഐഡിയാസ് ആണ് പറഞ്ഞത്. ക്ലാസ്സസ് ആർ ബിഗ് സോഷ്യൽ ഗ്രൂപ്പ്സ്. They are different but connected. You cannot talk about the one class without talking about others. ക്ലാസ്സുകൾ വലിയ ഒരു സാമൂഹിക ഗ്രൂപ്പുകളാണ്. അവർ വ്യത്യസ്തമാണ്, പക്ഷെ എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. കാരണം അതായത് ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ഒന്നിനെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ക്ലാസ് ഈസ് അബൌട്ട് സോഷ്യൽ സ്റ്റാറ്റസ്, നോട്ട് ബയോളജി. Some classes have more privileges and power, while others face more discrimination. This creates inequality. ക്ലാസ് സാമൂഹിക നിലയെക്കുറിച്ചാണ് പറയുന്നത്, ജീവശാസ്ത്രമല്ല. സമൂഹത്തിലെ ഒരു നിലയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ആണ് എന്ത് ക്ലാസ് തീരുമാനിക്കുന്നത്, അല്ലാതെ ബയോളജി അല്ല. അയാളുടെ ജനിതക ഘടനകളോ ജനിച്ച കാര്യങ്ങളോ അല്ല എന്നാണ് പറയുന്നത്. ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ അധികാരവും മറ്റുള്ളവർക്ക് കുറഞ്ഞ അധികാരവുമായിരിക്കും ഉണ്ടാവുക. മറ്റു ചിലർക്ക് കൂടുതൽ വിവേചനം നേരിടേണ്ടി വരുന്നു. ഇത് അസമത്വം സൃഷ്ടിക്കുന്നു. തേർഡ് പോയിന്റ് പറയുന്നത് ക്ലാസ് ഇസ് മോസ്റ്റ്ലി പെർമനന്റ്. സം പീപ്പിൾ മൂവ് ടു ഹയർ ഓർ ലോവർ ക്ലാസ് ബട്ട് മോസ്റ്റ് സ്റ്റേ ഇൻ ദ സെയിം ക്ലാസ് ഫോർ ലൈഫ്. ക്ലാസ് മിക്കവാറും എന്താണ് സ്ഥിരമായ ഒന്നാണ്. ചില ആളുകൾക്ക് ഉയർന്നതോ താഴ്ന്നതോ ആയ ക്ലാസ്സിലേക്ക് മാറുന്നു, എന്നാൽ മിക്കവരും എന്താണ് ജീവിതകാലം മുഴുവൻ ഒരു ക്ലാസ്സിൽ തന്നെ തുടരേണ്ടി വരുന്നു. ക്ലാസ് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. അടുത്ത നമ്മുടെ ചെറിയ സൈഡിന് ക്ലാസ് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നതാണ് കേട്ടോ. സം ക്ലാസ്സസ് ഹാവ് മോർ വെൽത്ത് ആൻഡ് പവർ, സോ ദേ ആർ സീൻ ആസ് സുപ്പീരിയർ. അതർ ഹാവ് ലെസ്, ആർ ട്രീറ്റഡ് ആസ് ഇൻഫീരിയർ. കാൾ മാർക്സ് ബിലീവഡ് ക്ലാസ് ഡിഫറൻസസ് കം ഫ്രം സം പീപ്പിൾ കൺട്രോളിങ് ദ വർക്ക് ഓഫ് അതർ. ഇതിൽ ക്ലാസിൻ്റെ ഡിഫറൻസിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ സമ്പത്തും അധികാരവും ഉണ്ട്, അതിനാൽ അവരെ ഉന്നതരായിട്ട് കാണുന്നു. മറ്റുള്ളവർക്ക് എന്താണ് സമ്പത്ത് കുറവാണ്,
അതുകൊണ്ട് അവർ താഴ്ന്നവർ എന്ന് പരിഗണിക്കുന്നു. ചില ആളുകൾ മറ്റുള്ളവരുടെ ജോലി നിയന്ത്രിക്കുന്നതിൽ നിന്നാണ് വർഗ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് കാൾ മാർക്സ് വിശ്വസിച്ചു. മറ്റൊരാളുടെ ജോലി നിയന്ത്രിക്കുക, അതായത് ഉടമ തൊഴിലാളിയുടെ ജോലി നിയന്ത്രിക്കുക എന്നുള്ളതിൽ നിന്നാണ് വർഗ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. People in the same class share a sense of identity called a class consciousness. They often act and speak in similar ways. Classes usually stay separate, which increases class identity and conflict. ഒരേ ക്ലാസ്സിലുള്ള ആളുകൾ വർഗബോധം എന്ന സ്വത്വബോധം പങ്കിടുന്നു. ഒരേ ക്ലാസ്സിലുള്ള ആളുകൾ എന്താണ് വർഗബോധം എന്ന സ്വത്വബോധം പങ്കിടുന്നു. അവർ ഒന്നാണ്, ഒരു ക്ലാസ്സിലുള്ളവർ ഒന്നാണ് എന്നുള്ള ഒരു ആശയം പങ്കിടുന്നുണ്ട്. അവർ പലപ്പോഴും സമാന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ആ ക്ലാസ്സിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? സമാന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ക്ലാസ്സുകൾ സാധാരണയായിട്ട് വേറിട്ട് നിൽക്കുന്നു. ഇത് ക്ലാസ് ഐഡന്റിറ്റിയും സംഘർഷവും വർദ്ധിപ്പിക്കുന്നു. ആ ഒറ്റ ക്ലാസ്സിലുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നു, പക്ഷെ മറ്റുള്ള ക്ലാസ്സുകൾ, അതായത് താഴ്ന്നവർ ഉയർന്നവർ എന്നുള്ള ആ ക്ലാസ്സുകൾ എന്താണ് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഐഡന്റിറ്റിയും സംഘർഷവും വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു വേർതിരിവ് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. 2 വ്യൂസ് ഓൺ ക്ലാസ്. 2 തരത്തിലുള്ള ക്ലാസിന്റെ വ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ആർ 2 ways to understand ക്ലാസ്. ക്ലാസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, വർഗത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നോമിനലിസ്റ്റ് വ്യൂ. അമേരിക്കൻ ക്ലാസ് ഇസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്. പീപ്പിൾ ക്യാൻ ചേഞ്ച് ക്ലാസ് ഇഫ് ദെയർ സ്റ്റാറ്റസ് ചേഞ്ചസ്. ക്ലാസ് ബൗണ്ടറീസ് ആർ നോട്ട് സ്ട്രിക്റ്റ് ആൻഡ് ദർ ഇസ് എ ലിറ്റിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ്. പദവിയും അന്തസ്സും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ക്ലാസ്. പദവിയും അന്തസ്സും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ക്ലാസ്. സ്റ്റാറ്റസ് മാറിയാൽ ആളുകൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് മാറാം. സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ച്, പദവി വരുന്നതിനനുസരിച്ച് ക്ലാസ്സുകൾ ഉയർച്ചയുണ്ടാകും. ക്ലാസ് അതിരുകൾ കർശനമല്ല, ചെറിയ വർഗ വൈരുദ്ധ്യമുണ്ട്. ക്ലാസ് അതിരുകൾ എന്തല്ല, സ്ഥിരമല്ല. എല്ലാ കാലത്തും താൻ ഏത് ക്ലാസ്സിലാണോ ക്ലാസ്സിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് നോമിനലിസ്റ്റ് വ്യൂ പറയുന്നത്. അത് അമേരിക്കയിലാണ്. അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ക്ലാസ് വർഗീകരണം ഉള്ളത് അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിയലിസ്റ്റ് വ്യൂ. യൂറോപ്യൻസ് ആണ് ഈ രീതി ഫോളോ ചെയ്യുന്നത്. ക്ലാസ് ഇസ് ബേസ്ഡ് ഓൺ റിയൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്. പീപ്പിൾ ഇൻ എ ക്ലാസ് ഷെയർ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് യൂണിറ്റി. ക്ലാസ് കോൺഫ്ലിക്റ്റ് ഹാപ്പൻ നാച്ചുറലി ബിക്കോസ് ഈച്ച് ക്ലാസ് ഫൈറ്റ്സ് ഫോർ ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്. യഥാർത്ഥ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ക്ലാസ് എന്നത്. ഒരു ക്ലാസ്സിലെ ആളുകൾ പൊതു താല്പര്യങ്ങളും ഐക്യവും പങ്കിടുന്നുണ്ട്. ഓരോ വിഭാഗവും സ്വന്തം നേട്ടത്തിന് വേണ്ടി പോരാടുന്നതിനാൽ വർഗ സംഘർഷം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. അതാണ് റിയലിസ്റ്റിക് വ്യൂവിൽ പറയുന്നത്. യൂറോപ്പിലാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് പണ്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു രീതി. ഈ ഒരു താല്പര്യങ്ങൾ, അവരൊന്നും ഈ പൊതു താല്പര്യങ്ങളും ഐക്യവും പങ്കിടുന്നുണ്ട്. ഓരോ വിഭാഗം സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പോരാടുന്നത്. വർഗ സംഘർഷം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ക്ലാസ്സിൽ ഓരോരുത്തർക്കും ഉയർച്ച ഉണ്ടാകുന്നില്ല. ആ ഉള്ള ക്ലാസ്സിലുള്ളവർ തന്നെ, അതായത് ഉയർന്ന ക്ലാസ്സിലുള്ളവർ തന്നെ വീണ്ടും ഉയരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. മെയിൻ ഡിഫറൻസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകളാണ് ഇനി നോക്കുന്നത്. നോമിനലിസ്റ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽസ് വൈ റിയലിസ്റ്റിക് ഫോക്കസ് ഓൺ ഓൺലി ഗ്രൂപ്പ് യൂണിറ്റ്. നോമിനലിസ്റ്റുകൾ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്, അതേസമയം റിയലിസ്റ്റുകൾ ഗ്രൂപ്പ് ഐക്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നോമിനലിസ്റ്റ് തിങ്ക് ക്ലാസ് ഈസ് ഫ്ലെക്സിബിൾ വൈൽ റിയലിസ്റ്റിക് തിങ്ക് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് അൺഅവോയ്ഡബിൾ. നോമിനലിസ്റ്റുകൾ ക്ലാസ് വഴക്കമുള്ളതാണെന്ന് കരുതുന്നുണ്ട്, അതേസമയം വർഗ സംഘർഷം ഒഴിവാക്കാനാവില്ലെന്ന് റിയലിസ്റ്റുകളും കരുതുന്നുണ്ട്. ദ ഹൈറാർക്കിക്കൽ വ്യൂ sees as a ranking system. The dichotomous view, like the realist view, sees class as divided into 2 opposing groups. ശ്രേണിപരമായിട്ടുള്ള വീക്ഷണം, നോമിനലിസ്റ്റ് വീക്ഷണം പോലെ ഒരു ഹൈറാർക്കിക്കൽ വ്യൂവിലെ ക്ലാസ്സിനെ ഒരു റാങ്കിങ് സിസ്റ്റമായിട്ട് കാണുന്നുണ്ട്. അതായത് ഉയർന്നവർ താഴ്ന്നവർ എന്നുള്ള ഒരു റാങ്കിങ് സിസ്റ്റം. ദ്വിമുഖ വീക്ഷണം, അതായത് ഡൈക്കോട്ടമസ് വ്യൂവിലെ റിയലിസ്റ്റിക് വീക്ഷണം പോലെ, അതായത് റിയലിസ്റ്റിക് വീക്ഷണം പോലെ നമ്മൾ റിയലിസ്റ്റിക് വ്യൂവിനെ കുറിച്ച് പറഞ്ഞില്ല. അതായത് ക്ലാസ് വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്, അവർക്ക് ഉയർച്ചയോ താഴ്ചകളോ ഇല്ല, ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന് മാത്രം വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ക്ലാസ്സിനെ 2 എതിർ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ക്ലാസ്സിനെ നമ്മൾ നോക്കിക്കാണുന്നത് 2 തരത്തിലുള്ള ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്ലാസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള 2 തരത്തിലുള്ള വഴികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് 26.3 തിയറീസ് ആൻഡ് ക്ലാസ് സ്ട്രക്ചർ. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള തിയറികളെ കുറിച്ചാണ് ഇനി അടുത്തത് നോക്കുന്നത്. തിയറീസ് ഓഫ് ക്ലാസ് സ്ട്രക്ചർ. Aristotle view, Aristotle believed society is divided into 3 classes: the rich,
the poor and the middle class. The rich are powerful but may become arrogant, while the poor may feel oppressed and act out. അരിസ്റ്റോട്ടിലിന്റെ വീക്ഷണത്തിൽ സമൂഹത്തെ 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ധനികര്, ദരിദ്രര്, മധ്യവർഗത്ത്. സമ്പന്നർ ശക്തരാണെങ്കിലും അഹങ്കാരികളായിട്ട് മാറിയേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ദരിദ്രർ അടിച്ചമർത്തപ്പെട്ടതായിട്ട് അനുഭവപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവർ എന്താ വിചാരിക്കുന്നത്? തങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് കരുതിയിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. The middle class, neither rich nor poor, follows rational principles and avoids conflicts, making them key to a stable democracy. ധനികരോ ദരിദ്രരോ അല്ലാത്ത മധ്യവർഗം യുക്തിസഹമായിട്ടുള്ള തത്വങ്ങൾ പിന്തുടരുകയും സംഘർഷങ്ങൾ ഒഴിവാക്കുകയും അവരെ സുസ്ഥിര ജനാധിപത്യത്തിന്റെ താക്കോലാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് മാക്സിന്റെ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. മാക്സ് പെർസ്പെക്റ്റീവ്. Karl Marx saw history as a series of class struggles, with each era defined by its mode of production. In capitalism, the ruling class owns the means of production and exploits the working class. മാക്സിന്റെ വീക്ഷണത്തിൽ മാക്സ് പറയുന്നത് ചരിത്രം എന്നത് വർഗസമരങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഓരോ കാലഘട്ടവും അതിൻ്റെ ഉൽപാദന രീതിയാൽ നിർവചിക്കപ്പെടുന്നുണ്ട്. മുതലാളിത്തത്തിൽ ഭരണവർഗം, അതായത് ബൂർഷ്വാസി, ഉൽപാദന മാർഗങ്ങൾ സ്വന്തമാക്കുകയും തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് മാക്സ് പറയുന്നത്. മാക്സ് believed this exploitation would lead to a revolution as workers would eventually rise against their oppressors. ഈ ഒരു ചൂഷണം വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് മാക്സ് വിശ്വസിച്ചു. കാരണം തൊഴിലാളികൾ ഒടുവിൽ തങ്ങളുടെ പീഡനങ്ങൾക്കെതിരെ എന്ത് ചെയ്യും? ഉയരും, അതിനെതിരെ പോരാടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഡാരൻഫോർഡ് അനാലിസിസ് ആണ്. Ralph Darenford argued that in modern industrial societies, the traditional capitalist class has been replaced by managers and shareholders. Ralph Dahrendorf പറയുന്നത് ആധുനിക വ്യാവസായിക സമൂഹങ്ങളിൽ പരമ്പരാഗത മുതലാളിത്ത വർഗത്തിന് പകരം മാനേജർമാരും ഓഹരി ഉടമകളുമാണ് എന്നാണ്. അതായത് പരമ്പരാഗതമായിട്ട് മുതലാളി, തൊഴിലാളി, ബൂർഷ്വാസിയും പ്രോലറ്റേറിയറ്റ് എന്നുള്ളത് മാറിയിട്ട് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അത് മാനേജർമാരും ഓഹരി ഉടമകളുമായിട്ട് മാറി. പക്ഷേ ഇനിക്വാളിറ്റി അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. This shift changes the nature of class conflict as ownership and control of production are separated, leading to a more complex class structure. ഈ ഒരു മാറ്റം വർഗ സംഘടനത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റുന്നുണ്ട്. കാരണം ഉൽപാദനത്തിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും വേർതിരിക്കപ്പെടുന്നു. ഇത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു വർഗഘടനയിലേക്ക് നീങ്ങുന്നു. ഉൽപാദനത്തിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും എന്ത് ചെയ്യപ്പെടുന്നു? വേർതിരിക്കപ്പെടുന്നു. ഈ മാനേജർമാരും അതുപോലെ ഓഹരി ഉടമകളാണ് മോഡേൺ ക്യാപിറ്റലിസത്തിൽ ഉള്ളത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഉടമസ്ഥൻ വേറൊരാളാണ്, പക്ഷെ നിയന്ത്രിക്കുന്ന എന്താണ്? വേറൊരാളാണ്. അപ്പം നിയന്ത്രണങ്ങൾ നമുക്ക് മേൽ, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിലുള്ള തൊഴിലാളികൾക്ക് മേൽ നിയന്ത്രണങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു വർഗഘടനയിലേക്കാണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലാസ് സ്ട്രക്ചറിലേക്കാണ് ഇത് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫോർത്ത് തിയറി പറയുന്നത് വെബേഴ്സ് തിയറിയാണ്. മാക്സ് വെബർ added to Marx's ideas by emphasizing that class is not just about economics but also about status and power. He introduced the concept of status groups, which are based on social honor and lifestyle, and parties which seeks to gain power and influence in society. വെബറിന്റെ സിദ്ധാന്തം പറയുന്നത് ക്ലാസ് എന്നത് സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല, പദവിയും അധികാരവും കൂടിയാണെന്നാണ് ഊന്നി പറഞ്ഞുകൊണ്ട് മാക്സ് വെബർ മാക്സിന്റെ ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. സാമൂഹിക ബഹുമാനത്തെയും ജീവിതശൈലിയെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റാറ്റസ് ഗ്രൂപ്പുകളും സമൂഹത്തിൽ അധികാരവും സ്വാധീനവും നേടാൻ ശ്രമിക്കുന്ന പാർട്ടികൾ എന്ന ആശയം അദ്ദേഹം എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ഇൻ സമ്മറി, ദിസ് തിയറീസ് എക്സ്പ്ലോർസ് ഹൗ ഡിഫറെന്റ് ക്ലാസസ് ഇന്ററാക്ട് ആൻഡ് കോൺഫ്ലിക്ട് വിത്തിൻ സൊസൈറ്റീസ്, with each theories offering a unique perspective on the dynamics of class and power. ചുരുക്കത്തിൽ പറയുമ്പോൾ ഈ ഒരു സിദ്ധാന്തങ്ങൾ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്ത വർഗങ്ങൾ എങ്ങനെ ഇടപഴകുകയും സംഘർഷം നടത്തുകയും ചെയ്യുന്നു എന്ന് പര്യവേഷണം ചെയ്യുന്നതാണ് ഈ തിയറീസൊക്കെ. ഓരോ സൈദ്ധാന്തികനും വർഗത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചലനാത്മകതയെക്കുറിച്ച് ഒരു സവിശേഷ വീക്ഷണം തന്നെ വാഗ്ദാനം ചെയ്യുന്നു. വർഗത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒരു ചലനാത്മകതയെക്കുറിച്ച്, ഒരു സോഷ്യൽ ഡൈനാമിക്സിനെ കുറിച്ച് ഒരു വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, വീക്ഷണം ഇവിടെ പറയുന്നുണ്ട്. സോ അടുത്ത
ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 26.4 ക്ലാസ് സ്ട്രഗിൾസ് ആണ്. ക്ലാസ് സ്ട്രഗിൾസ് വർഗ്ഗസമരങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. മാക്സ് ബിലീവ്ഡ് ദാറ്റ് കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് നാച്ചുറലി ബിറ്റ്വീൻ social classes. Each class is united against a common enemy to stay strong. Without an enemy, people in the same class would compete against each other. സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും മത്സരവും സംഘർഷവും ഉണ്ടാകുമെന്ന് മാക്സ് വിശ്വസിച്ചു. ഓരോ വിഭാഗം ശക്തമായിട്ട് നിലകൊള്ളാൻ ഒരു പൊതു ശത്രുവിനെ ഒന്നിക്കുന്നു. ശത്രു ഇല്ലാതെ ഓരോ ക്ലാസ്സിലുള്ളവർ എന്ത് ചെയ്യും? പരസ്പരം മത്സരിക്കുമെന്നാണ് പറയുന്നത്. സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും മത്സരവും സംഘർഷവും ഉണ്ട്. സമൂഹത്തിൽ മത്സരവും സംഘർഷവും നിലനിൽക്കുന്നുണ്ടെന്നാണ് മാക്സ് പറയുന്നത്. ഓരോ വിഭാഗവും എന്താണ് ശക്തമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗവും, ഇനിയിപ്പോൾ ഒരു ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, മുതലാളിമാർക്കായിക്കോട്ടെ, മുതലാളിമാർ ആയാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? തമ്മിൽ പരസ്പരം എന്താണ് നിലകൊള്ളാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായിട്ട് പൊരുതുന്നുണ്ട്. ഒരു പൊതു ശത്രുവിന് വേണ്ടിയിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് എന്താണ് എല്ലാവരും കൂടി ഒന്നാവുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു പൊതു ശത്രുവിന് വേണ്ടിയിട്ട് എതിരെ എല്ലാവരും ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. ശത്രുവില്ലാതെ ഒരേ ക്ലാസ്സിലുള്ളവർ എന്ത് ചെയ്യും? പരസ്പരം മത്സരിക്കും. ഇനി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ശത്രു ഇല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനീസിനെതിരെ ഒരു സാധാ കമ്പനീസൊക്കെ എന്താ പറയുക നിലകൊള്ളുന്നത് പോലെ ഇത് ഇനി ഒരു പൊതു ശത്രു ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ പരസ്പരം തന്നെ മാർക്കറ്റിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ലാഭം നേടാൻ വേണ്ടിയിട്ടും മത്സരിക്കുമെന്നാണ് പറയുന്നത്. When large industries grow, many workers come together for jobs they complete, but their low wages and common struggle unite them. On the other hand, capitalists unite to control and suppress workers. This lead workers to form group to fight for their rights. വൻകിട വ്യവസായങ്ങൾ വളർന്നു വരുമ്പോൾ നിരവധി തൊഴിലാളികൾ ജോലിക്കായിട്ട് ഒത്തുചേരുന്നുണ്ട്. അവർ മത്സരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവരുടെ കുറഞ്ഞ വേതനവും പൊതുസമരങ്ങളും അവരെ എന്തിക്കുന്നു? ഒന്നിപ്പിക്കുന്നു. മറുവശത്ത് തൊഴിലാളികളെ നിയന്ത്രിക്കാനും അടിച്ചമർത്താനും മുതലാളിമാർ ഒന്നിക്കുന്നു. അവർ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടുന്നതിന് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. തൊഴിലാളി യൂണിയനുകൾ പോലെയുള്ള ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. ക്ലാസ് സ്ട്രഗിൾ ഈസ് മോസ്റ്റ്ലി അബൌട്ട് എക്കണോമിക് റിസോഴ്സസ് ബട്ട് ഓൾസോ അബൌട്ട് സൈക്കോളജിക്കൽ സഫറിംഗ്. ആസ് വർക്ക് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ് വർക്കേഴ്സ് ഫീൽ ഡിസ്കണക്റ്റഡ് ഫ്രം ദെയർ ലേബർ. വർഗ്ഗസമരങ്ങൾ എന്താണ്? കൂടുതലും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ്. മാത്രമല്ല മാനസികമായിട്ടുള്ള കഷ്ടപ്പാടും അതിലുണ്ട്. ജോലി കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ അധ്വാനത്തിൽ നിന്ന് എന്ത് ചെയ്യപ്പെടുന്നു? വിച്ഛേദിക്കപ്പെടുന്നു. ദേ ബിക്കം മെഷീൻ for profit rather than skilled workers. Their motivation drops because they are controlled and exploited. Capitalists increase their wealth by worsening workers conditions. വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെക്കാൾ കൂടുതൽ ലാഭത്തിനായിട്ടുള്ള യന്ത്രങ്ങളായിട്ട് അവർ മാറുകയാണ്. അവർ നിയന്ത്രിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനാൽ അവരുടെ പ്രചോദനം കുറയുന്നു. മുതലാളിമാർ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ വഷളാക്കുന്നതിലൂടെയാണ്. വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ ലാഭത്തിനായിട്ട് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ്? അവർ നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ, അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ യാതൊരു തരത്തിലുള്ള ഒരു സ്കില്ലോ കാര്യങ്ങളോ നേടാനുള്ള ഒരു അവസരം കൂടി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യും? മുതലാളിമാർ മാക്സിമം അവരെ ചൂഷണം ചെയ്യുകയാണ് അതിലൂടെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെവല്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. വിപ്ലവവും സാമൂഹിക മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. മാക്സ് ബിലീവ്ഡ് ക്ലാസ് സ്ട്രഗിൾ and capitalism would lead to revolution. Workers would realize they were being exploited and organized politically to overthrow capitalism. This revolution would end class divisions and exploitation. മുതലാളിത്തത്തിന് കീഴിലുള്ള വർഗ്ഗസമരം വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് മാക്സ് വിശ്വസിച്ചു. തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് തൊഴിലാളികൾ മനസ്സിലാക്കുകയും മുതലാളിത്തത്തെ അട്ടിമറിക്കാൻ രാഷ്ട്രീയമായിട്ട് അവർ സംഘടിക്കുകയും ചെയ്യും. ഈ ഒരു വിപ്ലവം വർഗവിഭജനവും ചൂഷണത്തെയും അവസാനിപ്പിക്കും. ക്ലാസ് ഡിവിഷനെയും അവർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷനെയും എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. മാക്സ് പ്രഡിക്റ്റഡ് ദാറ്റ് ക്യാപിറ്റലിസം വുഡ് ക്രിയേറ്റ് ടു മെയിൻ ക്ലാസസ്. മാക്സ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിസം എന്നത് രണ്ട് തരത്തിലുള്ള ക്ലാസ്സുകളെ ക്രിയേറ്റ് ചെയ്തു എന്നതാണ്. ഫസ്റ്റ് ബൂർഷ്വാസി
Capitalists focused on profit losing human values. The second one, proletariat forced into harsh labor that destroy family life and beliefs. മുതലാളിത്ത രണ്ട് പ്രധാന വിഭാഗങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മാക്സ് പറഞ്ഞത്. ഫസ്റ്റ് വൺ നമ്മൾ ഒരുപാട് പറഞ്ഞു, വിശ്വാസി മുതലാളിമാർ, ലാഭത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുതലാളിമാർ, അവരെന്ത് ചെയ്യും, മാനുഷിക മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാവരുടെയും നഷ്ടപ്പെടുത്തുന്നു. സെക്കൻഡ് വൺ പറയുന്നത് തൊഴിലാളി വർഗമാണ്. തൊഴിലാളികൾ കുടുംബജീവിതത്തെയും വിശ്വാസങ്ങളെയും നശിപ്പിക്കുന്ന കഠിനമായിട്ടുള്ള അധ്വാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, നിർബന്ധിതരായിട്ട് മാറുകയാണ്. ശരീരം നോക്കാതെ അല്ലെങ്കിൽ ആരോഗ്യം പോകുന്ന തരത്തിലുള്ള അധ്വാനത്തിലേക്ക് പോലും അവർക്ക് ചെയ്യേണ്ടി വരികയാണ്. വർക്കേഴ്സ് വുഡ് ഇവഞ്ച്വലി റൈസ് അപ്പ് ടു റീക്ലെയിം their dignity and create a new society where protection is controlled by the people. തൊഴിലാളികൾ ഒടുവിൽ തങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാൻ ഉൽപാദനം ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കാനും ഉയർന്നു. തൊഴിലാളികൾ എന്ത് ചെയ്യും, ഒടുവിൽ തങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാൻ ഉൽപാദനം ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കും എന്നാണ് ആര് പറയുന്നത്, മാക്സ് പറയുന്നത്. അടുത്തത് വെബേഴ്സ് വ്യൂസ് ഓൺ ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചുള്ള വെബറിൻ്റെ വ്യൂ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. Weber had a different view. He believed that classes was about control over goods, income and lifestyle. People in the same class often share similar ideas but do not always unite for action. വെബറിന് മറ്റൊരു വീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ചരക്കുകൾ, വരുമാനം, ജീവിതശൈലി എന്നിവയുടെ മേലുള്ള നിയന്ത്രണമാണ് ക്ലാസ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓരോ ക്ലാസ്സിലുള്ള ആളുകൾ പലപ്പോഴും സമാന ആശയങ്ങൾ പങ്കിടുന്നു, എന്നാൽ എല്ലായ്പ്പോഴും പ്രവർത്തനത്തിനായിട്ട് ഒന്നിക്കുകയും ഇല്ല. ക്ലാസ് ഓർഗനൈസേഷൻ ഫോം വെൻ പീപ്പിൾ ഫേസ് എക്കണോമിക് കോമ്പറ്റീഷൻ. ടു റെഡ്യൂസ് കോമ്പറ്റീഷൻ സം ഗ്രൂപ്പ്സ് അഡോപ്റ്റ് റേറ്റ്സ്, ലാംഗ്വേജ്, റിലീജിയൻ ഓർ റെസിഡൻസ് ഓഫ് their competitors over time. Powerful groups create laws to protect their monopoly and keep control. ആളുകൾ സാമ്പത്തിക മത്സരം നേരിടുമ്പോഴാണ് വർഗ സംഘടനകൾ രൂപപ്പെടുന്നത്. മത്സരം കുറയ്ക്കുന്നതിന് ചില ഗ്രൂപ്പുകൾ അവരുടെ എതിരാളികളുടെ സ്വഭാവവിശേഷങ്ങൾ, അതായത് ഭാഷ, മതം അല്ലെങ്കിൽ താമസ സ്ഥലം എന്നിവ സ്വീകരിക്കുന്നു. കാലക്രമേണ ശക്തമായ ഗ്രൂപ്പുകൾ അവരുടെ കുത്തക സംരക്ഷിക്കാനും നിയന്ത്രണം നിലനിർത്താനും നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. This domination by authority when government enforce rules to limit competitions and keep power in the hands of a few. വെബർ ഈ ആധിപത്യത്തെ അധികാരത്താൽ എന്ന് വിളിച്ചു. വെബർ ഈ ആധിപത്യത്തെ എന്ത് വിളിച്ചു? ഡൊമിനേഷൻ ബൈ അതോറിറ്റി, അതായത് അധികാരത്താലുള്ള ആധിപത്യം എന്നാണ് വിളിച്ചത്. ഗവൺമെൻറ്റുകൾ മത്സരം പരിമിതപ്പെടുത്താനും അധികാരം കുറച്ചു പേരുടെ കൈകളിൽ നിലനിർത്താനും നിയമങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള അതോറിറ്റി, അധികാരത്താലുള്ള ആധിപത്യം എന്ന് വെബർ പറഞ്ഞത്. അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹെഡിങ് 26.5 സോഷ്യൽ മൊബിലിറ്റിയാണ്. സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ മൊബിലിറ്റി എന്ന ചേഞ്ചിങ് സോഷ്യൽ ക്ലാസസ്, മാറുന്ന സാമൂഹിക ക്ലാസുകൾ, സാമൂഹിക വർഗങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സാമൂഹിക ചലനാത്മകത. സോഷ്യൽ മൊബിലിറ്റി എന്നാൽ എന്താണ്? ഭാഷാർത്ഥം സാമൂഹിക ചലനാത്മകത. സോഷ്യൽ മൊബിലിറ്റി മീൻസ് മൂവിങ് ഫ്രം വൺ സ്പെഷ്യൽ ക്ലാസ് ടു അനദർ. എ പേഴ്സൺ പൊസിഷൻ ഇൻ സൊസൈറ്റി ഈസ് നോട്ട് ഫിക്സഡ് അറ്റ് ബർത്ത് ആൻഡ് ദേ ക്യാൻ മൂവ് അപ്പ് ഓർ ഡൗൺ ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കിൽസ്. സോഷ്യൽ മൊബിലിറ്റി എന്നാൽ ഒരു സാമൂഹിക വിഭാഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു എന്നതാണ്. സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം ജനന സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസം, തൊഴിൽ അവസരങ്ങൾ, കഴിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി അവർക്ക് മുകളിലേക്കോ താഴേക്കോ നീങ്ങാൻ കഴിയും. ഭാവിയിൽ ജനനത്തോടെ ഒരാളും പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഭാവിയിൽ അയാളുടെ വിദ്യാഭ്യാസവും അയാളുടെ ജോലിയും പിന്നീട് അയാൾക്ക് വരുന്ന ഉയർച്ചകളും ഒക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ മൊബിലിറ്റി രൂപീകൃതമാകുന്നത്. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു, സ്റ്റാറ്റസ് കുറഞ്ഞതിൽ നിന്ന് സ്റ്റാറ്റസ് കൂടിയ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി, മൊബിലിറ്റിയുടെ ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. A person moves to higher or lower position in their own lifetime. Example, clerk becoming a company director. Intra-generation mobility പറയുന്നത് ഒരു വ്യക്തി സ്വന്തം ജീവിതകാലത്ത് ഉയർന്നതോ താഴ്ന്നതോ ആയ സ്ഥാനത്തേക്ക് മാറുന്നു എന്നതാണ്. അതായത് ഒരു ക്ലർക്ക് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി ഡയറക്ടറായിട്ട് മാറുന്നു എന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. എ പേഴ്സൺ മൂവ്സ് എ ഡിഫറെൻറ്റ് ക്ലാസ് കമ്പയർഡ് ടു ദെയർ പാരൻസ്. എക്സാമ്പിൾ,
If a wealthy family's next generation loses their fortune and moves to a lower economic classes, ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരുപാട് സമ്പത്തുള്ള ഒരു ഫാമിലി പിന്നീട് അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് അവരുടെ സമ്പത്തും ഫോർച്യൂണും എല്ലാം നഷ്ടപ്പെട്ട് എന്താണ് ഒരു ലോവർ എക്കണോമിക് ക്ലാസ്സിലേക്ക്, ഒരു പാവപ്പെട്ട രീതിയിലേക്ക്, ഒരു പാവപ്പെട്ട സമ്പത്ത് കുറഞ്ഞ ഒരു ക്ലാസ്സിലേക്ക് മാറുന്നതിനെയാണ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി അവരുടെ മാതാപിതാക്കളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റൊരു ക്ലാസ്സിലോട്ട് പോകും. മാതാപിതാക്കൾ സമ്പന്നരായിരുന്നു, പക്ഷെ എന്നാൽ ആ വ്യക്തി ജനിച്ചതോടുകൂടി എന്ത് ചെയ്തു, അവർ സമ്പത്ത് കുറഞ്ഞ ഒരു ക്ലാസ്സിലേക്ക് മാറ്റപ്പെട്ടെന്നാണ് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഒരു ക്ലർക്ക് കമ്പനിയുടെ ഡയറക്ടർ ആകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നേരെ തിരിച്ചും സംഭവിക്കാം. ഒരു കമ്പനിയുടെ ഡയറക്ടർ ഒരു ക്ലർക്കായിട്ട് മാറുക എന്നുള്ളത് എന്താണ്, അങ്ങനെയും സംഭവിക്കാട്ടെ. അതായത് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലോട്ടും വരാം. അതുപോലെ തന്നെ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റിയിലും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാതാപിതാക്കൾ പാവപ്പെട്ടവരായിട്ട് മക്കൾ പണക്കാരനായിട്ട് വരുന്നതും അതിൽ വ്യത്യാസം വരും. ഇതൊരു മൊബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, ചലനാത്മക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനാത്മക. അത് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കും താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും സംഭവിക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി ഇൻ മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയിലെ സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് പീപ്പിൾ മൂവ് അപ്പ് മോർ ഓഫ്റ്റൻ ദാൻ ഡൗൺ. വ്യാവസായിക സമൂഹങ്ങളിലെ ആളുകൾ താഴേക്കുള്ളതിനേക്കാൾ പലപ്പോഴും മുകളിലോട്ടാണ് നീങ്ങുന്നത്. മോഡേൺ സൊസൈറ്റിയിൽ കേട്ടോ. എഡ്യൂക്കേഷൻ ഹെൽപ്സ് ചിൽഡ്രൻ ഗെറ്റ് ബെറ്റർ ജോബ്സ് ദാൻ ദയർ പാരൻസ്. വിദ്യാഭ്യാസം എന്നത് കുട്ടികളെ മാതാപിതാക്കളെക്കാൾ മികച്ച ജോലി നേടാൻ സഹായിക്കുന്നുണ്ട്. ടെക്നോളജി ഹാസ് റെഡ്യൂസസ് ദ നീഡ് ഫോർ അൺസ്കിൽഡ് ജോബ്സ്, ക്രിയേറ്റിംഗ് മോർ ഹൈ പേയിങ് ജോബ്സ്. സാങ്കേതിക വിദ്യ അവിദഗ്ധ ജോലികളുടെ ആവശ്യകത എന്ത് ചെയ്തു, കുറയ്ക്കുന്നുണ്ട്. കൂടുതൽ ഉയർന്ന ശമ്പളമുള്ള ജോലികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പീപ്പിൾ മൂവ് അപ്പ് സ്ലൈറ്റ്ലി rather than making a big jump in status. സ്റ്റാറ്റസിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നതിന് പകരം മിക്ക ആളുകളും ചെറുതായിട്ട് മുകളിലേക്ക് നീങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡേൺ സൊസൈറ്റിയിലുള്ള മൊബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ സോഷ്യോളജിസ്റ്റുകളുടെ ഡിഫറെൻറ്റ് വ്യൂസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. കാൾ മാർക്സ്, സോഷ്യൽ ക്ലാസ്സസ് കീപ് ചേഞ്ചിങ് ആൻഡ് പീപ്പിൾ മൂവ് ബിറ്റ്വീൻ ദം. കാൾ മാർക്സ് പറയുന്നത് സാമൂഹിക ക്ലാസ്സുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്, ആളുകൾ അവക്കിടയിലൂടെ നീങ്ങുകയും ചെയ്യുന്നു. നാടോടുമ്പോൾ നടുവേ ഇടുന്നു എന്ന് നമ്മളൊരു ചൊല്ല് പറയില്ലേ, അത് ആലോചിച്ചാൽ മതി സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ച് കേട്ടോ. നെക്സ്റ്റ് മാക്സ് വെബർ പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ മണി ലൈക്ക് റിലീജിയൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. മാക്സ് വെബർ പറയുന്നത് മതവും സ്വാതന്ത്ര്യവും പോലെയുള്ള പണത്തേക്കാൾ സാമൂഹിക ചലനാത്മകതയെ ആശ്രയിക്കും. മതവും സ്വാതന്ത്ര്യവും പോലെയുള്ളത് എന്താണ്, പണത്തേക്കാൾ കൂടുതൽ സാമൂഹിക ചലനാത്മകതയെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മതവും സ്വാതന്ത്ര്യവും ഒക്കെയാണ് കൂടുതലായിട്ടും പണത്തേക്കാൾ കൂടുതൽ ചലനാത്മകതയെ ബാധിക്കുന്നു എന്നാണ് വെബർ പറയുന്നത്. നെക്സ്റ്റ് പിറ്ററിയും സൊറോക്കിൻ പറയുന്നത് Pittering Sorokin, most movement happens within the same class rather than between classes. The working class struggles to create big social changes. മിക്ക ചലനങ്ങളും ക്ലാസ്സുകൾക്കിടയിലുള്ളതിനേക്കാൾ ഓരോ ക്ലാസ്സുകളിൽ തന്നെയാണ് സംഭവിക്കുന്നത്. വലിയ സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലാളി വർഗം എന്ത് ചെയ്യുന്നുണ്ട്, പാടുപെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലിപ്സ് ആൻഡ് ബെൻഡിക്സ് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻക്രീസസ് മൊബിലിറ്റി ആൻഡ് സിമിലർ പാറ്റേൺസ് എക്സിസ്റ്റ് അക്രോസ് വെസ്റ്റേൺ കൺട്രീസ്. വ്യവസായവൽക്കരണം എന്നത് ചലനശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലുടനീളം സമാനമായിട്ടുള്ള പാറ്റേണുകൾ എന്തുണ്ട്, നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ബ്ലൗ ആൻഡ് ഡൺകൺ in the US, moving from the worker job to an office job is rare, but elites move around because of education and favorable social barriers. US-ൽ ഒരു തൊഴിലാളി ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറുന്നത് വളരെ വിരളമാണെന്നാണ് പറയുന്നത്. എന്നാൽ വിദ്യാഭ്യാസവും കുറച്ച് സാമൂഹിക തടസ്സങ്ങളും കാരണം ഉന്നതർ എന്ത് ചെയ്യും, കൂടുതൽ ചുറ്റിക്കറക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അവർ ഉന്നതർ എന്തായാലും ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. 3 theories of social mobility. സോഷ്യൽ മൊബിലിറ്റിയുടെ 3 തിയറീസിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ, കൗണ്ടർ ബാലൻസ് തിയറി. മോർ ചിൽഡ്രൻസ് ആർ മൂവിങ് അപ്പ് ബട്ട് അഡൾട്ട്സ് സ്ട്രഗിൾ ടു മൂവ് അപ്പ് വൺസ് ദേ സ്റ്റാർട്ട് വർക്കിംഗ്. കൗണ്ടർ ബാലൻസ് തിയറി പറയുന്നത് കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് നീങ്ങുന്നുണ്ട്. എന്നാൽ മുതിർന്നവർ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ മുകളിലേക്ക് നീങ്ങാൻ പാടുപെടുന്നു. കുട്ടികൾ എന്താണ്, പെട്ടെന്ന് വികസിക്കും, അതായത് ഉന്നതിയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്, ഉന്നതമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തും. പക്ഷെ മുതിർന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് അതായത് നല്ലൊരു ജോലി കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ പാടാണ് എന്നാണ് പറയുന്നത്.
അതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ക്ലോസർ തിയറി. റിച്ച് പീപ്പിൾ പ്രൊട്ടക്ട് ദെയർ പവർ ബൈ കീപ്പിംഗ് റിസോഴ്സസ് ഫോർ ദംസെൽസ് ആൻഡ് ദെയർ ചിൽഡ്രൻ, ബട്ട് റിസർച്ച് ഷോസ് മെനി റിച്ച് പീപ്പിൾ കെയിം ഫ്രം പുവർ ബാക്ക്ഗ്രൗണ്ട്. അടച്ചുപൂട്ട സിദ്ധാന്തത്തിൽ പറയുന്നത് സമ്പന്നരായ ആളുകൾ തങ്ങൾക്കും കുട്ടികൾക്കുമായിട്ട് വിഭവങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ അവരുടെ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുകയാണ്. എന്നാൽ പല ധനികരും ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണെന്ന് ഗവേഷകർ കാണിക്കുന്നു. സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ സ്വത്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നു, ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കുന്നതിലൂടെ അവരവരുടെ ശക്തി സംരക്ഷിക്കാൻ. പക്ഷെ പല ധനികരും എന്താണ്, ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണെന്നാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ബഫർ സോൺ തിയറിയിൽ പറയുന്നത് മോസ്റ്റ് മൊബിലിറ്റി ഹാപ്പൻസ് ഇൻ ദ മിഡിൽ ക്ലാസ് വിത്ത് ലിറ്റിൽ മൂവ്മെന്റ്സ് ടു ടോപ്പ് ഓർ ബോട്ടം, falling down the social order. The social ladder is harder than climbing up. ബഫർ സോൺ പറയുന്ന സിദ്ധാന്തത്തിൽ പറയുന്നത് മിക്ക മൊബിലിറ്റിയും സംഭവിക്കുന്നത് മധ്യവർഗത്തിലാണെന്നാണ്. മുകളിലേക്കോ താഴത്തേക്കോ ചെറിയ ചലനം സാമൂഹിക കോവണിയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് മുകളിലേക്ക് കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. സാമൂഹിക കോവണിയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് മുകളിലേക്ക് കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ മൊബിലിറ്റി കൂടുതൽ സംഭവിക്കുന്ന മധ്യവർഗത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ മുതലാളിയും അതുപോലെ ഏറ്റവും പാവപ്പെട്ടവരും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവരാണ് കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാകാം. പെട്ടെന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. താഴേക്ക് വീഴുന്നതിനേക്കാൾ കൂടുതൽ എന്താണ്, മുകളിലോട്ട് കയറാനുള്ള സാധ്യതയാണ് അവർക്കുള്ളത് എന്നാണ് ഈ ഒരു ബഫർ സോൺ സിദ്ധാന്തത്തിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് 26.6 ക്ലാസ്ലെസ്നെസ് ആണ്. വർഗമില്ലായ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലാസ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആൻഡ് ക്ലാസ്ലെസ്നെസ്, വർഗവും വർഗമില്ലായ്മയും, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ക്ലാസ് ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സൊസൈറ്റി. ഇറ്റ് അഫക്റ്റ് economics and politics and many thinkers have studied it. വർഗം എല്ലായ്പ്പോഴും സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് സാമ്പത്തിക ശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. പല ചിന്തകരും ഇത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. മാക്സ് വ്യൂസ് ഓൺ ക്ലാസ്ലെസ്നെസ്സിനെ കുറിച്ചിട്ടുള്ള മാക്സിൻ്റെ വ്യൂ ആണ് പറയുന്നത്. മാക്സ് ബിലീവഡ് ദാറ്റ് ക്ലാസ്ലെസ് സൊസൈറ്റി കുഡ് ബി ക്രിയേറ്റഡ് ബൈ ഓവർത്രോയിങ് ക്യാപിറ്റലിസം. The working class would remove the capitalist class. മുതലാളിത്തത്തെ അട്ടിമറിക്കുക, തൊഴിലാളി വർഗം മുതലാളിത്ത വർഗത്തെ നീക്കം ചെയ്യുക എന്നിവയിലൂടെയാണ് എന്താണ് ക്ലാസ്നെസ് രൂപം കൊള്ളുന്നത്, വർഗമില്ലായ്മ രൂപം കൊള്ളുന്നത് എന്നാണ് മാക്സ് പറയുന്നത്. എന്തൊക്കെ കൊണ്ടാണ് വർഗമില്ലായ്മ രൂപം കൊള്ളുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ഓവർ ത്രൂയിങ് ക്യാപിറ്റലിസം. ദ വർക്കിംഗ് ക്ലാസ് വുഡ് റിമൂവ് ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. മുതലാളിത്തത്തെ എന്ത് ചെയ്യുക, അട്ടിമറിക്കുക. തൊഴിലാളി വർഗം മുതലാളി വർഗത്തെ നീക്കം ചെയ്യും. വിപ്ലവങ്ങളിലൂടെയൊക്കെ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ നടന്നില്ലേ, അപ്പോൾ വിപ്ലവങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യും, അവരെ നീക്കം ചെയ്യും. സെക്കൻഡ് വൺ, എ ട്രാൻസിഷൻ പീരിയഡ്. ദ വർക്കിംഗ് ക്ലാസ് വുഡ് ടേക്ക് കൺട്രോൾ ആൻഡ് എൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഒരു പരിവർത്തന കാലയളവ്. തൊഴിലാളി വർഗം നിയന്ത്രണം ഏറ്റെടുക്കുകയും സ്വകാര്യ സ്വത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ വർഗം ഉണ്ടാകില്ല, അവിടെ ഒരു വർഗമില്ലായ്മയാണ് നടക്കുക എന്നാണ് പറയുന്നത്. എ ട്രൂ ക്ലാസ്ലെസ് സൊസൈറ്റി, നോ ഗ്രൂപ്പ് വുഡ് കൺട്രോൾ വെൽത്ത് ഓർ പവർ ലീഡിങ് ടു ടോട്ടൽ ഇക്വാളിറ്റി. അതായത് ഒരു യഥാർത്ഥ വർഗരഹിത സമൂഹം എന്നത് ഒരു ഗ്രൂപ്പും സമ്പത്തിനെയോ അധികാരത്തെയോ നിയന്ത്രിക്കില്ല. ഇത് സമ്പൂർണ്ണ സമത്വത്തിലേക്ക് നയിക്കുന്ന എന്നാണ്. ഒരു സമ്പൂർണ്ണ സമത്വമുള്ള ഒരു അധികാരമൊന്നും ആരുടെ മേൽ ഉപയോഗിക്കാത്ത ഒരു ഗ്രൂപ്പ് ആണ് എന്താണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ക്ലാസ്ലെസ് എന്ന് പറയുന്നത്. അതായത് വർഗഭേദമോ വർഗപ്രശ്നങ്ങളോ വർഗവേർതിരിവുകളോ ഇല്ലാത്ത ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ ക്ലാസ്ലെസ്നെസ് എന്ന് മാക്സ് പറഞ്ഞത്. അടുത്തത് വെബർ വ്യൂസ് ഓൺ ക്ലാസ്ലെസ്നെസ് ആണ്. വെബറിന്റെ ക്ലാസ്ലെസ്നെസ്സിനെ കുറിച്ചുള്ള വ്യൂസ് ആണ് പറയുന്നത്. വെബർ ബിലീവ് ദാറ്റ് ബ്യൂറോക്രാസി, ഓർഗനൈസ്ഡ് റൂൾ ആൻഡ് സിസ്റ്റംസ് വുഡ് നോട്ട് റിമൂവ് ക്ലാസ് ഡിഫറൻസസ്. ബ്യൂറോക്രാസി treats people equally but still helps the rich stay in power. ബ്യൂറോക്രസി എന്താ ചെയ്യുന്നത്, സംഘടിത നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, വർഗവ്യത്യാസങ്ങൾ നീക്കം ചെയ്യില്ലെന്ന് എന്ത് ചെയ്തു, വിശ്വസിച്ചു. ബ്യൂറോക്രസിക്ക് ഒരിക്കലും വർഗവ്യത്യാസങ്ങൾ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയാലും നീക്കം ചെയ്യാൻ കഴിയില്ലെന്നാണ് വെബർ വിശ്വസിച്ചത്. ബ്യൂറോക്രസി ആളുകളെ തുല്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും സമ്പന്നര അധികാരത്തിൽ തുടരാൻ അവർ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ഫോർ ഓൾ ബട്ട് നോട്ട് എവറി വൺ ക്യാൻ യൂസ് ദം. ദിസ് ക്രിയേറ്റ്സ് എ സിസ്റ്റം വേർ സം മൂവ്സ് അപ്പ് ബട്ട് മെനി സ്റ്റേ ദ സെയിം. എല്ലാവർക്കും അവസരങ്ങളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഉപയോഗിക്കാൻ എന്തില്ല, കഴിയില്ല എന്നാണ് പറയുന്നത്. ചിലത് മുകളിലേക്ക് നീങ്ങുന്നു, എന്നാൽ ഒരു സംവിധാനം ഇത് സൃഷ്ടിക്കുന്നുണ്ട്.
ചിലർക്ക് മുകളിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട്, പക്ഷെ എന്നാൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്, അതേപടി തുടരുകയും ചെയ്യുന്നുണ്ട്. ഉന്നതിയിലേക്ക് നീങ്ങാനുള്ള സ്കോപ്പും കാര്യങ്ങളും അവസരങ്ങളും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, പാവപ്പെട്ടവരെന്നും ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു, അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. ദ 3 types of classlessness, വർഗമില്ലായ്മയുടെ 3 തരത്തിലുള്ള ടൈപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്ലാസ് ക്ലാസ്ലെസ്നെസ്. ദ വർക്കിംഗ് ക്ലാസ് ടേക്സ് ഓവർ എ റിമൂവ് ക്യാപിറ്റലിസം, വർഗമില്ലായ്മ. തൊഴിലാളി വർഗം മുതലാളിത്തം ഏറ്റെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുക എന്നത് അത് ഒരു ടൈപ്പാണ്. അടുത്ത ടൈപ്പ് പറയുന്നത് ടോട്ടൽ ക്ലാസ്ലെസ്നെസ് ആണ്. നോ ഗ്രൂപ്പ് ഹോൾഡ് പവർ ആൻഡ് ട്രൂ ഇക്വാളിറ്റി ഈസ് അച്ചീവ്ഡ്. വ്യത്യസ്ത ക്ലാസ്സുകൾ നിലവിൽ ഒരു ഗ്രൂപ്പിനും അധികാരമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യഥാർത്ഥ സമത്വം അതിലൂടെ കൈവരിക്കുന്നു എന്നാണ് പറയുന്നത്. മൾട്ടി ക്ലാസ്ലെസ്നെസ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് എക്സിസ്റ്റ് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ ഓപ്പൺ ടു എവ്രി വൺ. വ്യത്യസ്ത ക്ലാസ്സുകൾ നിലവിലുണ്ട്, എന്നാൽ അവസരങ്ങൾ എല്ലാവർക്കും തുറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈവൻ വിത്ത് ദീസ് ഐഡിയാസ് ക്ലാസ്സിൽ എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി ആൻഡ് റിമൈൻസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ സോഷ്യോളജി. ആശയങ്ങൾക്കൊപ്പം സമൂഹത്തിൽ വർഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, കൂടാതെ സാമൂഹ്യശാസ്ത്രത്തിൽ ഒരു പ്രധാന വിഷയമായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. ക്ലാസ് എന്നത്, ഇപ്പോൾ ഈ ക്ലാസ്ലെസ്നെസ് എന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് ഇങ്ങനെ ഒരു ക്ലാസ്ലെസ്നെസ്, എങ്ങനെ ഒരു വർഗമില്ലായ്മ എന്നതിൻ്റെ ടൈപ്പുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കാലം വരും എന്നുള്ള പ്രിഡിക്ഷനുമാണ് സോഷ്യോളജിസ്റ്റുകൾ വെക്കുന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തൊഴിലാളികൾ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ക്ലാസ്ലെസ്നെസ് എന്നൊരു കാലഘട്ടം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു പ്രഡിക്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെയൊരു സംഭവം എവിടെയും ഇല്ല, ഈ ക്ലാസ്ലെസ്നെസ് എന്ന് പറയുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അറ്റ് ലാസ്റ്റ് 26.7 കൺക്ലൂഷനാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ്. കൺക്ലൂഷനിൽ നമ്മുടെ ഒരു ചാപ്റ്ററിൻ്റെ കൂടുതലായിട്ട് ഉള്ള എന്താണ് പറയുക, ഒരു സമ്മറിയാണ് നോക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. സോഷ്യോളജിസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് വേസ് ടു ഡിഫൈൻ ക്ലാസ്. സം ഫോക്കസ് ഓൺ എക്കണോമിക് സ്റ്റാറ്റസ് വൈൽ അതേഴ്സ് ലുക്ക് അറ്റ് ഗ്രൂപ്പ്സ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ്. സമൂഹശാസ്ത്രജ്ഞർക്ക് ക്ലാസ് നിർവചിക്കുന്ന വ്യത്യസ്ത രീതികളുണ്ട്. ചില സാമ്പത്തിക സ്ഥിതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, മറ്റുള്ളവർ വിപണിയിൽ ഒരു ഗ്രൂപ്പിൻ്റെ സ്ഥാനത്തെ കുറിച്ചാണ് നോക്കുന്നത്. ഡെസ്പൈറ്റ് ഡിഫറെൻറ്റ് വ്യൂസ് ഓൾ തിയറീസ് അഗ്രി ദാറ്റ്. കൂടുതലായിട്ട് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് വ്യത്യസ്ത സിദ്ധാന്തങ്ങളുണ്ട്, പക്ഷെ കൂടുതൽ പേരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ക്ലാസ് ആർ മേജർ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ പ്രധാന ഗ്രൂപ്പുകളാണ് ക്ലാസ്സുകൾ എന്നത്. ക്ലാസ്സസ് കം വിത്ത് പ്രിവിലേജസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻസ്. ക്ലാസ്സുകൾ പ്രത്യേക അവകാശങ്ങളും വിവേചനവും കൊണ്ടുവരുന്നുണ്ട്. പീപ്പിൾ ക്യാൻ മൂവ് ബിറ്റ്വീൻ ക്ലാസ്സസ്. സോഷ്യൽ മൊബിലിറ്റി എക്സിസ്റ്റ്. ആളുകൾ ക്ലാസ്സുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ പറ്റും, നീങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. സോഷ്യൽ മൊബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുള്ള ക്ലാസ്സുകൾക്കിടയിൽ ആളുകൾക്ക് നീങ്ങാനും സാധിക്കും എന്നാണ് പറയുന്നത്. ദിസ് മീൻസ് ദ ക്ലാസ്സസ് ഡു നോട്ട് ഹാവ് സ്ട്രിക്റ്റ് ബൗണ്ടറീസ് ആൻഡ് വി ആർ നോട്ട് ഫിക്സ്ഡ് ഫോർ ദിസ്. ഇതിന് അർത്ഥമാക്കുന്നത് എന്താണ്, ക്ലാസ് എന്തല്ല, ഒരു സ്ട്രിക്റ്റ് ബൗണ്ടറീസ്, ഒരു അതിർത്തികളല്ല, ഒരു ശക്തമാക്കപ്പെട്ട അതിർത്തിയല്ല. അവർക്കിടയിലൂടെ നമുക്ക് നീങ്ങാൻ കഴിയും. ഒരിക്കലും നമ്മളൊരു ഫിക്സ്ഡ്, ഒരു കാലാകാലത്തോളം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥിരതയിൽ നമുക്ക് നിലനിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം. അവിടെ അതിനിടയിൽ ഒരു ബൗണ്ടറീസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ് എന്ന യൂണിറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ക്ലാസ് എന്താണെന്ന് പഠിച്ചു, ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ്സുകളുണ്ടെന്ന് പഠിച്ചു, ക്ലാസ്സിൻ്റെ സോഷ്യൽ മൊബിലിറ്റി എന്താണെന്ന് പഠിച്ചു, ക്ലാസ് ഇല്ലാത്ത ഒരു വർഗമില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. നമുക്കിതിൻ്റെ യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൂടെ നോക്കാം. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, ഓക്കെ, ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ്, മൂവ്മെൻറ്റ്സ് ബിറ്റ്വീൻ ക്ലാസ് പൊസിഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം ഈ ഒരു 3 ഹെഡിങ്ങിൽ ചാപ്റ്റർ, ഒരു 3 ഒബ്ജക്റ്റീവിൽ ഈ യൂണിറ്റ് മൊത്തം വന്നിട്ടുണ്ട് എന്നതാണ് രസം. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിന് പറയുന്ന ഇൻ്റർ റിലേറ്റഡ് റിലേഷൻഷിപ്പിൽ പറയുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസ്സുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂവ്മെൻറ്റ്സ് ബിറ്റ്വീൻ ക്ലാസ് പൊസിഷൻസിന് മൂവ്മെൻറ്റ്സ്, സോഷ്യൽ മൊബിലിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം. Okay, thank you for watching my video. See you in the next class.